ഇന്ന് നിന്നെ ശരിയാക്കി തരാടാ പന്നിക്കുട്ടി. വെയിറ്റ് ചെയ്യട്ടോ, ഈ ഇഷ്ടിക ഞാൻ അവന് കൊടുത്തു വരാം. Where are you from? I'm from India. India. Beat like me. You. Can I take another beat? Yeah. అడి ఛాయ పాని తేడలయ రోటరిగే అడి మేళదాళం గొట్టలయ కాదరిగే యా ప్రేమికుడు నీ సుమ్మవారుగే అడి ఛాయ పాని తేడలయ రోటరిగే అడి మేళదాళం గొట్టలయ కాదరిగే యా ప్రేమికుడు Tu étais, aime-moi, prends-moi dans tes bras et je n'ai plus personne. Et ne laisse pas ton odeur imprégner mes draps et si tu m'abandonnes, je suis pas celle que tu crois. Tu étais, aime-moi, prends-moi dans tes bras et je n'ai plus personne. Et ne laisse pas ton odeur imprégner mes draps et si tu m'abandonnes, je suis pas celle que tu crois. Tu étais, aime-moi, prends-moi dans tes bras et je n'ai plus personne. ദുനിയാവിലാരാണ്ട ഞമ്മക്ക് പെരിയോന് ഞാനാണ്ട മൂത്തോന് നിക്കണ്ട കോർക്കാന് ആഹിറത്തിലായിരത്തിലൊരുവനായി ഞാൻ നികത്തി ചേറ് തിന്ന് കടകളഞ്ഞ ആയിരങ്ങൾ ഞാൻ പരത്തി ദുനിയാവിലാരാണ്ട ഞമ്മക്ക് പെരിയോന് ദുനിയാവിലാരാണ്ട ഞമ്മക്ക് പെരിയോന് ഞാനാണ്ട മൂത്തോന് നിക്കണ്ട കോർക്കാന് ആഹിറത്തിലായിരത്തിലൊരുവനായി ഞാൻ നികത്തി ചേറ് തിന്ന് കടകളഞ്ഞ ആയിരങ്ങൾ ഞാൻ പരത്തി ദുനിയാവില ആ ഫാറൂഖേ, എന്താ ഇവിടെ നിൽക്കണു? ഞാൻ ബസ് കയറാൻ നിക്കുക. ബസ് കയറാനാണ് ഈ റോഡിന്റെ നടുക്കാണ് നിൽക്കണ്ടേ? ഈ അരിക്കെന്നാലും എങ്ങനെ ബസ് കയറുമോ? ഗൈസ്, ഇവന്റെ കയ്യിലുള്ളത് റെഡ് ഡയമണ്ട് പ്ലേ ബട്ടൺ ആണ്. ഇത് 100 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴാണ് കിട്ടുന്നത്. ഈ പ്ലേ ബട്ടൺ മിസ്റ്റർ ബീസ്റ്റിന്റേതായിരുന്നു. ഗൈസ്, ഇന്ന് ഇവൻ റെഡ് ഡയമണ്ട് പ്ലേ ബട്ടൺ ഒരാളുടെ വലുപ്പത്തിൽ ഉണ്ടാക്കാൻ പോവുകയാണ്. എന്നിട്ട് മിസ്റ്റർ ബീസ്റ്റിനെ സർപ്രൈസ് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് മിസ്റ്റർ ബീസ്റ്റിന്റെ റിയാക്ഷൻ റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ വലിയ പ്ലേ ബട്ടൺ മിസ്റ്റർ ബീസ്റ്റിനെ ഇഷ്ടമാവുമോ എന്ന് നോക്കാം. പക്ഷേ അത് കാണുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് ഫുട്ബോൾ ഇഷ്ടമാണ് എങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് ഫുട്ബോൾ പ്ലെയറിന്റെ പേര് കമന്റ് ചെയ്തേക്കുക. നോക്കാം നമുക്ക് ആർക്കാണ് ഫാൻസ് കൂടുതലെന്ന്. അങ്ങനെ കണ്ണു പൊത്തിയിട്ട് മിസ്റ്റർ ബീസ്റ്റിനെ കൊണ്ടുവരികയാണ്. ഇത് കണ്ടപ്പോൾ മിസ്റ്റർ ബീസ്റ്റിന് വളരെയധികം ഇഷ്ടമാവുകയും ചെയ്യുന്നു. ഗൈസ്, ഇവന്റെ കയ്യിലുള്ളത് റെഡ് ഡയമണ്ട് പ്ലേ ബട്ടൺ ആണ്. ഇത് 100 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴാണ് കിട്ടുന്നത്. ഈ പ്ലേ ബട്ടൺ മിസ്റ്റർ ബീസ്റ്റിന്റേതായിരുന്നു. ഗൈസ്, ഇന്ന് ഇവൻ റെഡ് ഡയമണ്ട് പ്ലേ ബട്ടൺ ഒരാളുടെ വലുപ്പം. ഹലോ ഫ്രണ്ട്സ്, ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു പെൺകുട്ടിയുടെ അച്ഛൻ വന്നിട്ട് ഈ ഒരു പെൺകുട്ടിക്ക് ഒരു അടിപൊളി ചെരുപ്പ് വാങ്ങിക്കൊടുക്കുകയാണ്. അപ്പോഴാണ് അവള് വന്നത്. അച്ഛൻ എന്താ കയ്യിൽ കാശൊന്നും ഇല്ലാതെ ഇങ്ങനെ തൊലിഞ്ഞിരിക്കുന്നേ? അച്ഛൻ്റെ ഇങ്ങനെയാണോ സംസാരിക്കുക? 10 കാശ് തികച്ചെടുക്കാൻ വക്കില്ലാത്ത അച്ഛന് ആരുടെയും വിലയില്ല എന്നുള്ളത് ശരി തന്നെ എന്ന് കരുതി നമ്മൾ അതേപോലെ ആവണോ? അത് അച്ഛന്റെ കഴിവില്ലായ്മയാണെന്ന് കരുതി മനസ്സിലാക്കണം. ഷീലു, ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്തതാ മനുഷ്യ. ശത്രുക്കളെ പോലെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യരുത് മോനെ. ഈ ലോകത്ത് നമ്മുടെ കയ്യിൽ കാശ് വരും പോവും. കാശിന് പിന്നാലെ അല്ല നമ്മൾ ഓടേണ്ടത്, ജീവിതത്തിന് പിന്നാലെ ഓടണം. കാശിന് പിന്നാലെ ഓടിയാൽ നമ്മൾ ജീവിക്കാൻ മറക്കും. ഈ ജീവിതത്തിന് പിന്നാലെ ഓടാണേലും കയ്യിൽ കാശ് വേണ്ടേ? ഇവൻ എന്റെ മോൻ തന്നെയാണോ? കാഞ്ഞ ബുദ്ധി. എടാ, പലരും പല രീതിയിലാണ് നേടുന്നത്. പക്ഷെ നമ്മൾ എന്ത് നേടി എന്നതിലല്ല കാര്യം. നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതുകൊണ്ട് സന്തോഷിക്കുക, അതുകൊണ്ട് ജീവിക്കുക എന്നതാണ് കാര്യം. ഉള്ളത് കൊണ്ട് ഓണം പോലെ. മനസ്സിലായോ? ഓ നടാച്ച. ക്ലാസ്സിൽ പലരും പല രീതിയിലാണ് മാർക്ക് നേടുന്നത്. പക്ഷെ നമ്മൾ എത്ര നേടി എന്നതിലല്ല കാര്യം. നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ച് സന്തോഷിക്കുക. ഉള്ളത് കൊണ്ട് ഓണം പോലെ. അതിലൊരു ഒപ്പിട്ടേക്ക് അച്ഛാ. നീ എന്റെ മോൻ തന്നെടേ. അച്ഛാ, നമ്മൾ ബോൾ എറിയുമ്പോൾ എപ്പോഴും ഈ 2 വിരൽ ഇങ്ങനെ പിടിക്കണം. ഇടക്കിടക്ക് പ്രപ്പോസൽസ് ഒക്കെ
അതല്ല ഈ AC ഇപ്പൊ എന്തിനാ ഉപയോഗിക്കുന്നത്? AC എന്തിനാന്നേ? തണുപ്പിക്കാന്, പിന്നല്ല എന്താ. ഇങ്ങനെയാണ് പലരും വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ തണുപ്പിക്കുക മാത്രമല്ലാതെ 3 മോഡും കൂടെ ഇതിലുണ്ട്. അതിൽ ഒരു മോഡാണ് ഡ്രൈ മോഡ്. അതായത് തണുത്ത കാലത്ത് ചിലപ്പോൾ നമുക്ക് നല്ല തണുപ്പ് ഉണ്ടാകുമ്പോൾ കുറച്ച് ചൂട് വേണ്ടി വരും. ആ ഒരു സമയത്ത് നിങ്ങൾ AC ഓൺ ചെയ്തിട്ട് ഡ്രൈ മോഡിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ റൂം മൊത്തത്തിലൊരു വാം ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെ തണുത്ത് കുളിർന്ന് നിൽക്കേണ്ട ആവശ്യമില്ല. അടുത്ത മോഡാണ് ഫാൻ മോഡ്. നമ്മൾ സാധാരണ AC തണുത്ത് കഴിഞ്ഞാൽ നമ്മൾ AC ഓഫ് ചെയ്യും, സെപ്പറേറ്റ് ഫാൻ ഓൺ ചെയ്യാണ് ചെയ്യുക. ഇതിന്റെ ആവശ്യമില്ല. നമുക്ക് ഈ ഒരു ഫാൻ മോഡിലേക്ക് സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ AC ആ തണുപ്പിക്കുന്നൊക്കെ നിർത്തിയിട്ട് ഫാന് പോലെ തന്നെ കാറ്റ് പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യുക. അടുത്തത് ഓട്ടോ മോഡ്. ഈ ഒരു ഓട്ടോ മോഡിൽ നമ്മൾ AC ഓൺ ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ റൂമിലേക്ക് എന്താണോ, തണുപ്പാണോ അല്ലെങ്കിൽ ചൂടാണോ, എന്താണ് വേണ്ടതെന്നുള്ളത് AC തന്നെ അനലൈസ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് അതിന് ആവശ്യമുള്ളത് പ്രൊവൈഡ് ചെയ്യും. ചിലപ്പോൾ ഫാൻ ആവാം, ചിലപ്പോൾ കൂളിംഗ് മാത്രമാവാം, ചിലപ്പോൾ വാം ആവാം. പിന്നെ ഇതൊക്കെ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? അങ്ങനെയല്ല, ഇതിൽ പലതും എനിക്കറിയാത്തുണ്ടായിരുന്നു. എന്നെ പോലെ തന്നെ അറിയാത്തവരും ഇത് ഉപയോഗിക്കാത്തവരും ഉണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ലൈക്ക്, ഷെയർ, ഫോളോ ചെയ്യാൻ മറക്കണ്ട. ബൈ. ഗൈസ്, നമ്മൾ നോർമലായിട്ട് ഒരു ലോക്ക് കീ വെച്ച് തുറക്കാറുണ്ടല്ലേ? പക്ഷെ കീ എവിടെയെങ്കിലും വീണുപോയാൽ നമ്മൾ എന്ത് ചെയ്യും? സോ അതിനായിട്ട് ആവശ്യമായിട്ടുള്ളത് കുറെ അധികം മാച്ച് സ്റ്റിക്സ് ആണ്. എന്നിട്ട് ആ മാച്ച് സ്റ്റിക്സിന്റെ മരുന്നുകൾ ഇതേപോലെ പൊടിച്ചു മാറ്റണം. എന്നിട്ടൊരു കല്ലുകൊണ്ട് ഇടിച്ച് ഇതേപോലെ പൊടിയാക്കണം. പിന്നീട് ഇത് എങ്ങനെയാണ് ലോക്ക് തുറക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പക്ഷെ അത് കാണുന്നതിന് മുന്നേറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനും അമ്മയും ഇഷ്ടമാണ് എങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്നിട്ട് നിങ്ങളുടെ ബാറ്ററി പെർസെന്റേജ് എത്രയാണെന്ന് കമന്റ് ചെയ്തേക്കാം. നോക്കാം നമുക്ക് എത്ര പേരുടെ സെയിം ആയിട്ടുണ്ട് എന്ന്. ഗൈസ്, പിന്നീട് ഈ ലോക്ക് ഇങ്ങനെ തിരിച്ചു വെച്ചതിന് ശേഷം അതിന്റെ ഉള്ളിൽ മാച്ച് സ്റ്റിക്സിന്റെ പൊടി ഇതേപോലെ ഇടുകയാണ്. എന്നിട്ട് ഈ ലോക്ക് എടുത്തതിന് ശേഷം ഇതിന്റെ ഉള്ളിൽ ഒരു മാച്ച് സ്റ്റിക്സ് വെച്ചിട്ട് അത് കത്തിക്കുകയാണ്. എന്നിട്ട് ഇത് കത്തി ഇതിന്റെ ഉള്ളിലേക്ക് എത്തുമ്പോൾ ഇതിന്റെ ഉള്ളിൽ നിന്നും ഒരു പൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നതായിരിക്കും. അപ്പോൾ തന്നെ വിരലുകൊണ്ട് കുറച്ച് സ്ട്രോങ്ങിൽ വലിച്ചാൽ ലോക്ക് ഇങ്ങനെ പോരുന്നതാണ്. ഗൈസ്, നമ്മൾ നോർമലായിട്ട് ഒരു ലോക്ക് കീ വെച്ച് തുറക്കാറുണ്ടല്ലേ? പക്ഷെ കീ എവിടെയെങ്കിലും വീണുപോയാൽ നമ്മൾ എന്ത് ചെയ്യും? സോ അതിനായിട്ട് ആവശ്യമായിട്ടുള്ളത് കുറെ അധികം മാച്ച് സ്റ്റിക്സ് ആണ്. എന്നിട്ട് ആ മാച്ച് സ്റ്റിക്സിന്റെ മരുന്നുകൾ ഇതേപോലെ പൊടിച്ചു മാറ്റണം. എന്നിട്ടൊരു കല്ലുകൊണ്ട് ഇടിച്ച് ഇതേപോലെ പൊടിയാക്കണം. പിന്നീട് ഇത് എങ്ങനെയാണ് ലോക്ക് തുറക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പക്ഷെ അത് കാണുന്നതിന് മുന്നേറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനും അമ്മയും ഇഷ്ടമാണ് എങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്നിട്ട് നിങ്ങളുടെ ബാറ്ററി പെർസെന്റേജ് എത്രയാണെന്ന് കമന്റ് ചെയ്തേക്കാം. നോക്കാം നമുക്ക് എത്ര പേരുടെ സെയിം ആയിട്ടുണ്ട് എന്ന്. ഗൈസ്, പിന്നീട് ഈ ലോക്ക് ഇങ്ങനെ തിരിച്ചു വെച്ചതിന് ശേഷം അതിന്റെ ഉള്ളിൽ മാച്ച് സ്റ്റിക്സിന്റെ പൊടി ഇതേപോലെ ഇടുകയാണ്. എന്നിട്ട് ഈ ലോക്ക് എടുത്തതിന് ശേഷം ഇതിന്റെ ഉള്ളിൽ ഒരു മാച്ച് സ്റ്റിക്സ് വെച്ചിട്ട് അത് കത്തിക്കുകയാണ്. എന്നിട്ട് ഇത് കത്തി ഇതിന്റെ ഉള്ളിലേക്ക് എത്തുമ്പോൾ ഇതിന്റെ ഉള്ളിൽ നിന്നും ഒരു പൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നതായിരിക്കും. അപ്പോൾ തന്നെ വിരലുകൊണ്ട് കുറച്ച് സ്ട്രോങ്ങിൽ വലിച്ചാൽ ലോക്ക് ഇങ്ങനെ പോരുന്നതാണ്. ഗൈസ്, നമ്മൾ നോർമലായിട്ട് ഒരു ലോക്ക് കീ വെച്ച് തുറക്കാറുണ്ടല്ലേ? പക്ഷെ കീ എവിടെയെങ്കിലും വീണുപോയാൽ നമ്മൾ എന്ത് ചെയ്യും? സോ one pipe down, 2 pipes, सीधा कब्रिस्तान। आप खुद की इज्जत प्यारी है तो दूसरों की भी